വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന കൊഗ്നേറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഈ കൊഗ്നേറ്റീവ്, സോഷ്യൽ, മോറൽ ഡെവലപ്മെൻറ്റിന് ഈ നമ്മുടെ ലൈഫ് സ്പാനിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അതായത് ഏതൊരു കുട്ടിയും വളരുമ്പോൾ അയാളുടെ കൊഗ്നേറ്റീവ് സ്കിൽസും വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് പറ്റും, അവർക്ക് വെറും ഫിസിക്കൽ ഗ്രോത്ത് മാത്രം, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ മാത്രമേ വളരുന്നുള്ളൂ, മെൻ്റലി വളരുന്നുണ്ടാവില്ല. കൊഗ്നേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ ഒരു വളർച്ചയുടെ ഘട്ടമാണ്. സോഷ്യൽ, ഇമോഷണൽ, മോറൽ, ഇതെല്ലാ ഡെവലപ്മെൻറ്റും ആവശ്യമാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ തന്നെ ലൈഫ് സ്പാനിൽ എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വരിക, അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ, മോറൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും മിക്കവാറും ചോദിക്കുക. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല ചോദിക്കുക. മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുത്തായിരിക്കും മിക്കവാറും ചോദിക്കേണ്ടത്. നമുക്ക് നോക്കിയല്ലോ അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, സോ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ്. സോ ബിറ്റ്വീൻ ഏജ് 5 to 7 ആണ്. 5 മുതൽ 7 വരെ ഉള്ള ഒരു ഏജിനകത്താണ് ഈ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുക കേട്ടോ. സോ അവിടെ സിഗ്നിഫിക്കൻറ്റ് കൊഗ്നേറ്റീവ് ചേഞ്ച് ഒക്കേഴ്സ് റെഫർ ടു അസ് ദ 5 to 7 ഷിഫ്റ്റ്. സോ നമുക്ക് ഈ കൊഗ്നേഷൻ, നമുക്ക് ഒരു കാരണവശാലും ഒരു സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് പോലും ഈവൻ നമുക്ക് ഒരു ഏജിൽ സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഇത്ര ഏജിൽ ഇത്ര സെൻറ്റിമീറ്റർ കാൽ വളരുന്നു, കൈ വളരുന്നു, നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അപ്രോക്സിമേറ്റ് സ്റ്റാൻഡേർഡ് ഇതുവരെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ മേക്കിംഗ് ദ ട്രാൻസാക്ഷൻ ഫ്രം ദ പ്രീ ഓപ്പറേഷൻ ടു കോൺക്രീറ്റ് ഓപ്പറേഷൻ ത്രൂ ഹാരിസ് 1993. സോ നമ്മുടെ ഈ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിന് ഒരു പ്രീ ഓപ്പറേഷനും ഉണ്ട്, ഒരു കോൺക്രീറ്റ് ഓപ്പറേഷനലും ഉണ്ട്. സോ ഈ ഒരു ട്രാൻസിഷനാണ് ഈ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നു എന്നുള്ളത് ഹാരിസ് 1993 പറഞ്ഞു എന്നുള്ളതാണ്. സോ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. 5 മുതൽ 7, അതായത് ഇപ്പോൾ ഒരു 5 വയസ്സായ ഒരു കുട്ടിയും 7 വയസ്സായ കുട്ടിയും നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ കൊഗ്നീഷന് ഒരുപാട് വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ഈ 5 നിന്ന് 7 ഉണ്ടാകുന്നൊരു ഷിഫ്റ്റ്, ഇപ്പോൾ 5 വയസ്സിൽ അമ്മ എന്ന് പറയുവാണെങ്കിൽ 7 വയസ്സിൽ അമ്മയെന്നും അച്ഛനെന്നും അമ്മാമ്മയെന്നും കുട്ടി പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആണ്, കാണാൻ പറ്റും. അപ്പോൾ പ്രീ ഓപ്പറേഷൻ, അപ്പോൾ ട്രാൻസിഷൻ ആണല്ലേ. അപ്പം പ്രീ ഓപ്പറേഷൻ ടു കോൺക്രീറ്റ് ഓപ്പറേഷൻ, അതായത് ഒരു 5 to 7 ഷിഫ്റ്റിനെയാണ് നമ്മളവിടെ റെഫർ ചെയ്യുന്നത്. എന്താണ് കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിൽ കേട്ടോ. സോ ഹിസ്റ്റോറിക്കലി ഏജ് 7 വാസ് സീൻ എസ് ദ ഏജ് ഓഫ് ഇൻഡിപെൻഡൻസ്. സോ 7 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7ാമത്തെ വയസ്സിൽ ആ കുട്ടി ഇൻഡിപെൻഡൻസ് കിട്ടുന്നു, അതായത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ബ്രെയിൻ മെച്യൂറേറ്റ് ചെയ്യുന്നത് കൂടെ തന്നെ കൊഗ്നേഷനെ സപ്പോർട്ട് ചെയ്യുകയും ക്രോസ് മോഡൽ സോൺ, ഇൻ്റഗ്രേറ്റ് മൾട്ടിപ്പിൾ സെൻസറി ഇൻപുട്സ്. സോ കൊഗ്നേറ്റീവ് ആക്ടിവിറ്റി ക്യാൻ ആക്സലറേറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആൻഡ് വൈസ് വെർസ. സോ കോഗ്നേറ്റീവ് ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ആക്സലറേറ്റ് ചെയ്യുകയും അങ്ങനെ തിരിച്ചും ആകുന്നു എന്നുള്ളതാണ്. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ ഇൻ്റർപ്ലേ ഓഫ് കൊഗ്നേറ്റീവ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ഞാനിത് ഓൾറെഡി ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഗ്രോത്ത് ആക്സലറേറ്റ് ചെയ്യുന്ന കൂടെ കൊഗ്നേറ്റീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മെൻ്റൽ എൻഗേജ്മെൻറ്റ് ലേണിംഗ് കൂടുന്നു ആൻഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, മെച്യൂറേഷൻ ഓഫ് ന്യൂറൽ സ്ട്രക്ചർ. സോ ന്യൂറോൺസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോർലിക്സിനൊക്കെ പണ്ടത്തെ പരസ്യം കാണിക്കും ന്യൂറോൺസ് എന്തൊക്കെയാണെന്നൊക്കെ കാണിക്കും. ആ ഒരു പരിപാടി തന്നെയാണ്, വേറൊന്നുമില്ല. നമുക്ക് കുറച്ചത് ബയോളജിക്കലാണ്, നമുക്ക് അത്രയും പോവേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി നമുക്ക് PH കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു, പക്ഷേ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാം. സോ 7 to 11 ആണ് പറയുന്നത്. സോ 3rd സ്റ്റേജ് ഇൻ PH തിയറി. സോ നമ്മുടെ PH തിയറിൻ്റെ 3ാമത്തെ സ്റ്റേജാണ്. ചൈൽഡ് ബിഗിൻ യൂസിങ് ലോജിക്കൽ റീസൺ അബൌട്ട് റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഈവൻറ്റ്. സോ നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ലൈക്ക് ഓപ്പറേഷൻസ്, ഫ്ലെക്സിബിൾ മെൻ്റൽ ആക്ഷൻ ഓഫ് പ്രോബ്ലം സോൾവിങ്. സോ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ്, പിന്നെ അത് മാത്രമല്ല മാത്സ് ഓപ്പറേഷൻസുകളൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങും. അത് മാത്രമല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുക, കുട്ടി മാക്സിമം റിസോൾവ് ചെയ്യാൻ ശ്രമിക്കും. സോ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് റിമൈനിങ് ഡിഫിക്കൽട്ട് അറ്റ് ദി സ്റ്റേജ്. സോ അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ 7 മുതൽ 11 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്പറായിട്ട് കൊഗ്നേഷൻ ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ല, പ്രോപ്പറായിട്ട് ട്രെയിനിങ് നടന്നിട്ടില്ല, പ്രോപ്പറായിട്ട് ആ കുട്ടിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഈ 7 to 11 ലാക്ക് ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പം ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് 11 വയസ്സിലൊക്കെ എനിക്ക് മാത്സ് കാൽക്കുലേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാര്യം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ പഠിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇപ്പോഴും എന്നോട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 8 into 8 എത്രയാണ്, അല്ലെങ്കിൽ 7 into 8 എത്രയാണ്, 3 into 8 എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല, എനിക്കറിയില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാത്സിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അവിടെ പ്രോപ്പറായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്ത് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഈവൻ മേ ബി എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പ്രോപ്പറായിട്ട് പഠിപ്പിക്കാതിരിക്കാം. സ്കൂളിൽ എനിക്ക് മാത്സ് ടീച്ചറിനെ പേടിയാണ്, ഒന്നാമത്തെ കാര്യം.
കുഞ്ഞിലെ മുതലേക്ക് ടീച്ചേഴ്സിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിൽ മാത്സ് ടീച്ചറിനെ സ്പെസിഫിക്കലി എനിക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമല്ല. ആ പേടി ഉള്ളതുകൊണ്ട് ഞാൻ പഠിക്കില്ല. ചില ആൾക്കാർ പേടി ഉള്ളതുകൊണ്ട് പഠിക്കും, ചില ആൾക്കാർ പേടി ഉള്ളതുകൊണ്ട് പഠിക്കത്തുമില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. ഞാൻ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോഴേ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ് വരെയൊക്കെ എനിക്ക് മാത്സ് ഒക്കെ നന്നായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ 5ലെത്തുമ്പോൾ ടീച്ചർ ഭയങ്കര അടിയാണ്, ഭയങ്കര ദേഷ്യക്കാരിയാണെന്നൊക്കെ കേട്ട് തുടങ്ങിയതോടെ എന്തായി, എനിക്ക് ആ മാത്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ വെറുത്തു തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പഠിക്കാണ്ടായി. ആൻഡ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ടീച്ചറിന് കല്യാണം കഴിഞ്ഞ് പോണേ. അതുപോലെ ആ വർഷം കഴിഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ. സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നമുക്ക് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് നമുക്കിതാണ്: ലോജിക്കൽ റീസണിങ്, ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽ ആൻഡ് കാറ്റഗറി റിലേഷൻഷിപ്പ്. സോ കാറ്റഗറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, റിലേഷൻഷിപ്സ് എപ്പോഴും നമ്മൾ നോക്കി ചില കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാറില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. നെക്സ്റ്റ് വൺ ഇസ് ഡീസെൻട്രേഷൻ. ചൈൽഡ് ക്യാൻ കൺസിഡർ മൾട്ടിപ്പിൾ ആസ്പെക്ട് ഓഫ് സിറ്റുവേഷൻ സൈമൾട്ടേനിയസ്ലി. അപ്പം ഇപ്പോൾ പറയുവാണ്, 4 കാലുള്ള പശുവും 4 കാലുള്ള കുതിരയും കാണുവാണെങ്കിൽ 2 4 കാലുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ കുട്ടികൾ പറയുന്നത് 2 4 കാലുണ്ടല്ലോ, പക്ഷെ അതെങ്ങനെയാണ് പശു എന്നും അല്ലെങ്കിൽ എന്താണ് കഴുതയെന്നോ കുതിരയെന്നോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞിലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മിക്ക ആൾക്കാർ പറഞ്ഞു കൊടുക്കാറില്ല, മിണ്ടാതിരിക്കും, കൊച്ചു കാലത്ത് വലിയ വർത്തനം വേണ്ടതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിസെൻകറേജ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ചൈൽഡിന് മൾട്ടിപ്പിൾ ആസ്പെക്ട്സിൽ പല സിറ്റുവേഷനും സൈമൾട്ടേനിയസ്ലി കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ഹയറാർക്കി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വലിയ ആൾക്കാരാണ്, കുഞ്ഞാൾക്കാരാണ്, കുഞ്ഞു ആവാ പറയൂ, എന്ത് കുഞ്ഞു ആവയാ, ഈവൻ അവരും കുഞ്ഞാണെങ്കിൽ അവരും പറയണം എന്ത് കുഞ്ഞു ആവയാ എന്നൊക്കെ കുട്ടികൾ പറഞ്ഞു കേട്ടില്ലേ. അത് തന്നെയാണ്. പ്രീ ഓപ്പറേഷണൽ ചൈൽഡ് ഈസ് 1 ഡയമെൻഷണൽ ഈസ് തിങ്കിങ്. സോ പ്രീ ഓപ്പറേഷണൽ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ഓഫ് ഇൻ തിങ്കിങ്ങിലാണ്. ആൻഡ് കോൺക്രീറ്റ് ഓപ്പറേഷൻ ചൈൽഡ് ഷോ മൾട്ടിപ്പിൾ ഡയമെൻഷൻ ആൻഡ് ഹയറാർക്കി റീസണിങ്. അതിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ചാർട്ട് വരയ്ക്കുവാണ്. ഈ ഒറ്റ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ഈ പ്രീ ഓപ്പറേഷണൽ ചൈൽഡാണ്. അതായത് നമ്മുടെ ചിന്തയിൽ തിങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുവാണ് എന്നുണ്ടെങ്കിൽ പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷനും, ഇനി നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷനിലാണ് പറയുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡയമെൻഷനും ഹൈറാർക്കി റീസണിങ് കാണിക്കും. മൾട്ടിപ്പിൾ ഡയമെൻഷനും ഹൈറാർക്കിയും കാണിക്കുവാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ വരിക കോൺക്രീറ്റ് ഓപ്പറേഷൻ. അപ്പോൾ പ്രീ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ ഡയമെൻഷനാണ്, ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ കോൺക്രീറ്റ് ഓപ്പറേഷനും മൾട്ടിപ്പിൾ ഡയമെൻഷനാണ്. അവിടെ ഹൈറാർക്കി റീസണിങ് അങ്ങനെ ഒരുപാട് എന്താണ് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. സോ എക്സാമ്പിൾ, ആർ ദെയർ മോർ ചിൽഡ്രൻ ഓർ മോർ പീപ്പിൾ. സോ നമ്മളിപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ പറയുവാണ്, ഇവിടെ കൂടുതൽ കുഞ്ഞു കുട്ടികളാണ് കൂടുതൽ ആൾക്കാരിനുള്ളതെന്ന് വെച്ചാൽ കൊച്ചുകുട്ടി എന്താ പറയുക 4 ഇയേഴ്സ് ഓഫ് ഓൾഡ് പറയും മോർ ചിൽഡ്രൻ എന്ന് പറയും, 9 വയസ്സാണെങ്കിൽ മോർ പീപ്പിൾ എന്ന് പറയും. അത് നമ്മൾ കറക്റ്റ് പറയാം. അതായത് ആ ട്രാൻസിഷനാണ് ഒരു പ്രീ ഓപ്പറേഷനിൽ നിന്ന് ആ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷനിലേക്ക് ആ കുട്ടി ചിന്തിച്ച് വന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടീൻ്റെ ഫുള്ളി കൺസെപ്റ്റുകൾ മാറി, കാര്യങ്ങൾ മാറി, കണ്ടോ, ലോജിക്കലി റീസൺ തുടങ്ങി ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്സിൽ കാറ്റഗറീസൽ റിലേഷൻ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പേഴ്സ്പെക്റ്റീവിലും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു 3 ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡയമെൻഷനിലേക്ക് പോയി തുടങ്ങി. ആൻഡ് നമ്മൾ പറയാൻ പോകുന്നത് കോൺസർവേഷൻ ടാസ്ക്. പിയാജറ്റ് പറഞ്ഞതാണ്. സോ കോൺസർവേഷൻ ടാസ്ക് അല്ലെങ്കിൽ കോൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചില പ്രോപ്പർട്ടീസുകൾ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയാണ്. പക്ഷേ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്, അപ്പിയറൻസിൽ ചേഞ്ച് ഉണ്ടായിരിക്കും, പക്ഷേ എന്തായിരിക്കും, ആ പ്രോപ്പർട്ടീസൊക്കെ റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ചിൽഡ്രൻ ക്യാൻ സോൾവ് ദീസ് ടാസ്ക് ഡ്യൂറിങ് ദ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് മൾട്ടി ഡയമെൻഷനിൽ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കൺസർവേഷൻ ടാസ്കുകളൊക്കെ അവർക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. സോ പിയോജറ്റിൻ്റെ ഒരു കൺസർവേഷൻ സൈക്കിൾ ഉണ്ട്. സോ ഒബ്സർവ്, ചൈൽഡ് റെസ്പോൺസ്, ഒബ്സർവ് ഹൗ ദി ചിൽഡ്രൻ റിയാക്ട് ടു ദ ടാസ്ക്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനൊരു കളിപ്പാട്ടം കൊടുത്തു, റിസോൾവ് ചെയ്യാൻ പറയുവാണ്. അനലൈസിങ്, അണ്ടർസ്റ്റാൻഡിങ്, കൊച്ചാണെങ്കിൽ കോംപ്രൻഷൻ ഓഫ് കൺസർവേഷൻ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ആൻഡ് റീഇൻഫോഴ്സ് ലേണിംഗ്, പ്രൊവൈഡ് ഫീഡ്ബാക്ക്, ഇതിങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ആൻഡ് ചിൽഡ്രൻ ആർ ഗിവൺ എ കോൺസർവേഷൻ ടാസ്ക്. വീണ്ടും ടാസ്ക് കൊടുക്കുന്നു. സൈക്കിൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സൈക്കിൾ കൊടുക്കുന്നു മുതലാണ്. ഞാൻ പിന്നെ ഇത് ഓൾറെഡി പറഞ്ഞു പോയതുകൊണ്ട് ഞാനത് പറയാത്തത്, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ IQ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഈ പരിപാടി ഈ രീതിയാണ്. നമ്മൾ ലാസ്റ്റൊക്കെ കൊടുക്കുന്ന ആ ഒരു മെയ്സൊക്കെ ഉണ്ടാവുമല്ലോ, മെയ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളിതുപോലെ അവർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാറുണ്ട്. നിങ്ങളൊന്നും കൂടെ ചെയ്ത് നോക്കൂ. നമ്മൾ ചില കുട്ടികൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഉന്തി വിട്ടാൽ മതിയായിരിക്കും, അപ്പോൾ അവർ ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ചെയ്ത് നോക്കിയേ, അങ്ങനെ ചെയ്ത് നോക്കിയേ എന്നൊക്കെ പറയില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു പിയാജറ്റ് കൺസർവേഷൻ സൈക്കിൾ എല്ലാവരും ഉപയോഗിക്കാം. എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്.
നമ്മൾ പറയാൻ പോകുന്ന കീ കൺസെപ്റ്റ് ഇൻ കൺസർവേഷൻ ആണ്. ഐഡൻറ്റിറ്റി, റിവേഴ്സിബിലിറ്റി, റെസിപ്രോക്സിറ്റി, ഇതൊക്കെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കീ കൺസെപ്റ്റ് ആണ്. സോ ഇത് ജസ്റ്റ് മെയിൻ ഹെഡിങ് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. സോ ഡെവലപ്മെൻറ്റൽ സീക്വൻഷ്യൽ അല്ലെങ്കിൽ ഗോൾഡ് 1983 പറഞ്ഞതാണ്. സോ ടൈപ്പ്, കൺസെപ്റ്റ്, ഏജ് ഓഫ് മാസ്റ്ററി, അതായത് നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഏത് ടൈപ്പാണ്, ഇപ്പോൾ എക്സാമ്പിൾ നമ്പേഴ്സ്, സബ്സ്റ്റൻസ്, ലെങ്ത്, ഏരിയ, ഇത് വെയിറ്റ്, വോളിയം, ഇതെല്ലാം എന്താണ് ടൈപ്പാണ് കേട്ടോ, ഇവിടെ സ്പേസ് ഇല്ല. ആൻഡ് കൺസെപ്റ്റ്, ഏജ് ഓഫ് മാസ്റ്ററി, സോ ഏത് വയസ്സിലാണ് എന്താണ് അവർ ചെയ്യുക, അവരുടെ കൺസെപ്റ്റ് ഏതാണ്, ഏജ് ഓഫ് മാസ്റ്ററി. ഇവിടെ 3 കോളം കേട്ടോ, അത് മാറിപ്പോയതാണ്. സോ നമ്പർ ആണെങ്കിൽ റീഅറേഞ്ച്ഡ് എലമെൻറ്റ്സ് 6 to 7 ഏജിലും, സബ്സ്റ്റൻസ് ആണെങ്കിൽ ക്ലിയർ റീഷേപ്ഡ് 7 to 8ലും, ലെങ്ത് സ്റ്റിക്ക് മൂവ് 7 to 8 years, ഏരിയ ബ്ലോക്ക് റീഅറേഞ്ച് 8 to 9 years, വെയിറ്റ് ഷേപ്പ് ചേഞ്ചസ് 9 to 10 years, വോളിയം വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് 14 to 15 years. സോ ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ അവർ പഠിക്കും എന്ന് പറയുന്ന ഒരു രീതിയാണ്. സോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം, അതുപോലെ തന്നെ പഠിച്ചു വെക്കാം, നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ അതിനൊന്ന് ഒരു പിക്ചറെ കൊടുത്ത് ഇച്ചിരി ഒരു ഭംഗിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വരച്ച് വേണമെങ്കിലും പഠിക്കാം കേട്ടോ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എ ന്യൂ ഈഗോ സെൻട്രിസം. സോ റിപ്ലേസ്ഡ് പ്രീ സ്കൂൾ എക്കോ സെൻട്രിസം. സ്കൂൾ ഏജ് ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതർ വ്യൂ പോയിന്റ്സ്, perform better in 3 mountain tasks by age 11-12. However, once form a belief, child may still resist കോൺട്രാഡിക്ടറി എവിഡൻസ്. സോ ഇപ്പോൾ പ്രീ സ്കൂളുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞു, നമ്മൾ കൊച്ചു കുട്ടിയെ കൊണ്ട് നമ്മൾ UKG LKG ചേർക്കുവാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുകയും അതുപോലെ കേൾക്കും. ഇപ്പോൾ എക്സാമ്പിൾ ടീച്ചർ പറയുവാണ് അങ്ങനെ ചെയ്യരുത്, കുട്ടി അങ്ങനെ ചെയ്യത്തില്ല. കുറച്ച് വികൃതി ഉണ്ടെങ്കിൽ കാണിക്കുമായിരിക്കും, പക്ഷെ ഇല്ലെങ്കിൽ തന്നെ കാണിക്കത്തില്ല. പക്ഷേ ഒരു സ്കൂൾ ഏജൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ഏജിലൊക്കെ എത്തുമ്പോഴത്തേക്കും കൂടുതലായിട്ട് മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ് മനസ്സിലാക്കും. ഇപ്പോൾ ഒരു കുട്ടി ആഹാരം കൊണ്ടുവരാണ്ട് കൊടുക്കുക, അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരി ആണെങ്കിൽ അവളുടെ കയ്യിൽ കുപ്പിവള കിടന്ന്, ഇവളുടെ കയ്യിൽ ഗോൾഡ് വളയായിരുന്നു. അപ്പോൾ ഇവളുടെ കയ്യിൽ 2-3 ഗോൾഡ് വളയുണ്ട്, അവളുടെ കയ്യിൽ കുറേ കുപ്പിവളയുണ്ട്. അപ്പോൾ പറഞ്ഞു ഗോൾഡ് കളറൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളെന്ത് ചെയ്തു, ഈ ഗോൾഡിൻ്റെ വള ഊരി അവൾക്ക് കൊടുത്തു. പകരം മറ്റേ കൊച്ചെന്ത് ചെയ്തു, നിനക്ക് കുപ്പിവള ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കുപ്പിവള എടുത്ത് കൊടുത്തു. അപ്പം അത് തിരിച്ചു വാങ്ങി എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ തന്നെയും ആ വ്യൂ പോയിന്റ് മനസ്സിലായോ? സോ 3 മൗണ്ട് ടാസ്ക് പോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ലോജിക്കൽ റീസണിങ്. ഉറപ്പായിട്ടും സോ നമുക്ക് ഏതൊരു ലൈഫിലുണ്ടാകുന്ന സിനാരിയോയിൽ ഒരു റൂൾ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ പഠിക്കുവാണ്. സോ പഠിക്കുമ്പോഴും നമുക്ക് റൂളുണ്ട്. അപ്പോൾ ആ റൂൾസുകൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ലോജിക്കൽ റീസണിങ്ങിന് അത് കൂടുതലായിട്ട് പറയുന്നത്. സോ ചിൽഡ്രൻ ഡെവലപ്പ് ഇൻഡക്റ്റീവ് റീസണിങ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. അത് നമ്മൾ ഒരു സ്പെസിഫിക്കിൽ നിന്ന്, അതിപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചില ഉത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയും, ഓക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ. പിന്നെ നമ്മൾ ഇച്ചിരി ജനറലായിട്ട് പറയുവാണെങ്കിലോ, ഇതിപ്പം ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ എല്ലാ മനുഷ്യരും എന്താണ് നടക്കുകയും ഇരിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളത്. ഇനി ജനറലായിട്ട് പറയുവാണെങ്കിലോ, ഈ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറയും. അതായത് എല്ലാം എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന ഒരു സ്പെസിഫിക് ആൾക്കാരെ ഞാൻ പറയുന്നത്, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നടക്കുകയും ചെയ്യുന്നു. ജനറലായിട്ട് പറയുവാണെങ്കിലോ, ഇവിടെ ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്ക് ഒരു ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അപ്പം നമ്മളൊക്കെ ഉത്തരം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, എല്ലാവർക്കും അങ്ങനെ തന്നെ ടീച്ചറെ, ഇങ്ങനെയൊക്കെ നല്ല ടീച്ചറെ എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ടു ലേൺ റൂൾസ്, എമ്പതി, ലൈഫ് ദെൻ ലോജിക്. ആൻഡ് ബിറ്റ്വീൻ 3rd to 5th grade ആകുമ്പോഴത്തേക്കും ദേ ഗ്രാസ്പ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഡിഡക്റ്റീവ് റീസണിങ് എമർജ് ലേറ്റർ. അത് പിന്നെ നമുക്ക് ഏജ് +2 ആകുമ്പോഴത്തേക്കും ഒരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് മാറുകയാണ് ചെയ്യുക. ഇത്രയും ഉദ്ദേശിച്ചാൽ മതി. ലോജിക്കൽ റീസൺ എന്ന് വെച്ചാൽ സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യേണ്ടാവുക. അവിടെ റൂൾസ്, എമ്പത്തി, ഇഫ് ദെൻ ലോജിക്കൊക്കെ അല്ലേ, ഇങ്ങനെ ആയാലും എന്തുകൊണ്ട്, അങ്ങനെ ആയാലും എന്തുകൊണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും. ആൻഡ് 3rd to 5th grade ആകുമ്പോഴത്തേക്കും ഒരു ഗ്രാസ്പിംഗ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറുകയാണ് ചെയ്യുക. ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് സോ എമർജ് ലേറ്റർ. പിന്നെ 12ന് മേലെ കൂടുമ്പോഴാണ് ആ ഒരു മാറ്റമൊക്കെ അവർക്കുണ്ടാവുക. സോ കൺക്ലൂഷൻ നിങ്ങൾ വായിച്ചാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് കോൺസെപ്റ്റ് ഫോർമേഷൻ ആണ്. So cognitive ability develops significantly during the early school years, particularly in understanding number, time, space, classification, seriation. സോ നമ്മുടെ ഒരു 6 മുതൽ 11 വയസ്സ് വരെ നമ്മൾ ഇതിൻ്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരുപാട് കോഗ്നേറ്റീവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചൈൽഡിനാണെങ്കിൽ ഈവൻ 6 = 5 + 1 9 - 3 or 6 സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ അവർ കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, റെപ്രസെൻറ്റും ചെയ്യും. ചൈൽഡ് റെക്കഗ്നൈസ് ദാറ്റ് നമ്പർ റിമെയിൻ ദ സെയിം റിഗാർഡ്ലെസ് ഓഫ് ഹൗ ദേ ആർ റെപ്രസെൻറ്റഡ്. ഇപ്പോൾ എക്സാമ്പിൾ 6 എന്ന് പറയുമ്പോൾ 5 + 1 6 ആണ്,
പിന്നെ 4+2 6 സോറി 4+2 6 അങ്ങനെയൊക്കെ ഉള്ള കൺസെപ്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ 9-3 അല്ലെങ്കിൽ 6 stars എന്നൊക്കെ പറയില്ല. അപ്പോൾ അതേപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരേ കാര്യം തന്നെ ഇപ്പം അതിൽ മാറ്റം ഉണ്ടെങ്കിലും, ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിൽ മാറ്റം ഉണ്ടെങ്കിലും അർത്ഥമെല്ലാം =6 തന്നെയാണെന്ന് മനസ്സിലാക്കില്ലേ. ആ ഒരു പരിപാടിയാണ് റെപ്രസെൻറ്റേഷൻ, 1-to-1 കറസ്പോണ്ടൻസ്, നമ്പർ കൺസെപ്റ്റ്. ഇതൊക്കെയാണ് കുട്ടികളുടെ നമ്പറിലേക്ക് വരുന്നത്. ഇനി ടൈമിൻ്റെ കേസിൽ പറയുവാണെങ്കിലോ, ടൈമിൻ്റെ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുക? നമുക്കൊരു 4ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 4-5 ഒക്കെ ആകുമ്പോൾ സമയം നോക്കുക നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ക്ലോക്കിലൊക്കെ നമ്മൾ നോക്കി പഠിക്കാറുണ്ട്. ഞാൻ പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട്. Until 8 years, difficulty placing event in time sequence and understanding time units. ഇപ്പം നമ്മൾ പറയുവാണ്, നീ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ട്യൂഷന് പഠിക്കാൻ വരണം എന്ന് പറയും. ഈ 4 മണിക്ക് വരിക എന്ന് പറയുമ്പം ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ആ പ്രായത്തിൽ അവർക്ക് ആരെങ്കിലും ഇൻഫോഴ്സ് ചെയ്യണം. അതായത് നിങ്ങൾ 4 മണി എന്ന് പറയുന്നത് ഇന്ന ടൈമാണ്, പോവണം എന്ന് പറയണം അല്ലേ. അപ്പം ഡിഫിക്കൽട്ടി പ്ലേസിങ് ഈവൻ ഇൻ ടൈം സീക്വൻസ്. കാര്യം സമയത്തിൻ്റെ യൂണിറ്റ്സ് അവർക്ക് അറിയില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു 4-5 വയസ്സ് നമ്മൾ സമയത്തിനെ പറ്റി പഠിച്ചു തുടങ്ങുവാണ്, അല്ലെങ്കിൽ ക്ലാസ്സിലാവുമ്പോൾ പഠിച്ചു തുടങ്ങുവാണ് അല്ലേ. ഇങ്ങനെ ഞാൻ 4 വയസ്സിലാണ് ഉദ്ദേശിച്ചത്, 4-5 ക്ലാസ് ആട്ടോ ഉദ്ദേശിച്ചത്. അപ്പോഴത്തെ നമ്മൾ ടൈമിനെ പറ്റി പഠിച്ചു തുടങ്ങുവാണ്. പിന്നെ സമയം നമ്മൾ എങ്ങനെ നോക്കാൻ പഠിക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഓരോ ഇവൻറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പഠിക്കുന്നത് അല്ലേ. 8 വയസ്സ് കഴിയുമ്പോഴാണ് ടൈം പാസേജിനെ മനസ്സിലാക്കുകയും അങ്ങനെ പാസ്റ്റും ഫ്യൂച്ചറിനെ പറ്റി മനസ്സിലാക്കുക. നമുക്ക് അതുവരെ രാത്രി, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരമാണ് ക്ലാസ് നമുക്ക് അറിയുള്ളൂ. പക്ഷേ എത്ര ടൈമാണ് നമുക്ക് അറിയുണ്ടാവില്ല അല്ലേ. ഇനി സ്പേഷ്യൽ ഓപ്പറേഷനാണ് പ്രീ സ്കൂൾ. കനോട്ട് ഗ്രാസ്പ് യൂണിറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ്. സോ നമുക്ക് കിലോമീറ്റർ, ഫീറ്റ് എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ അറിയില്ല. ഇയർലി സ്കൂളിലാണെങ്കിൽ കോംപ്ലക്സ് സ്പേസിൽ നമ്മൾ ലോസ്റ്റ് ആയി പോകും. അതായത് ഇയർലി സ്കൂൾ ഇയേഴ്സിൽ ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇന്ന കാര്യങ്ങൾ പറയുവാണ്, പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഈ ഒരു ഏജ് ഇയർലി സ്കൂൾ എന്ന് വെച്ചാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ആ സമയത്ത് കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുകയും പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഡിഫിക്കൽട്ട്. പിന്നെ ഓൾഡർ ചിൽഡ്രൻ ക്യാൻ മാപ്പ് ഫെമിലിയർ സ്പേസ് ബട്ട് സ്ട്രഗിൾ ടു ക്രിയേറ്റ് കോഗ്നിറ്റീവ് മാപ്സ് ഓഫ് ന്യൂ എൻവയോൺമെൻറ്റ്. കണ്ടതാണ്, ക്യാൻ മാപ്പ് ഫെമിലിയർ സ്പേസ്. ഒരേപോലുള്ളതെല്ലാം മാപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ സ്ട്രഗിൾ ടു ക്രിയേറ്റ് കോഗ്നിറ്റീവ് മാപ്സ് ഓഫ് ന്യൂ എൻവയോൺമെൻറ്റ്, പുതിയ എൻവയോൺമെൻറ്റിൽ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സീഗൽ 1989 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. സോ സ്കൂൾ ഏജ് ചിൽഡ്രൻ ഫോം ക്ലാസ് ഹൈറാർക്കി ആൻഡ് അണ്ടർസ്റ്റാൻഡ് മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റി ഓഫ് ഒബ്ജക്ട്. സ്കൂൾ ഏജിൽ എങ്ങനെയാണ് ഹൈറാർക്കി മനസ്സിലാക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് ഉള്ള സെയിം ഒബ്ജക്റ്റിൽ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ബൈ 6 to 7 ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ക്ലാസ്. സോ നമ്മൾ ഷേപ്പ്, കളർ അനുസരിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ആൻസറേഷൻ ഏബിൾ ടു അറേഞ്ച് ഒബ്ജക്ട് ബൈ സൈസ്, വെയിറ്റ് എക്സെട്ര. നമുക്ക് IQ തന്നെ ഇതുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഫുള്ള് IQ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതുമായി കുറേ ബന്ധമുണ്ട് കേട്ടോ. ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ബെറ്റർ അറ്റൻഷൻ, പെർസെപ്ഷൻ, മെമ്മറി ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഇത് നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ച കാര്യമാണ്. അറ്റൻഷൻ ആണെങ്കിൽ എന്താണ്, ഇംപ്രൂവ് വിത്ത് ഏജ്, എസ്പെഷ്യലി 11 to 12 years. ചിൽഡ്രൻ ഫോക്കസ് ഓൺ ബെറ്റർ ആൻഡ് റിലവൻറ്റ് ഇൻഫർമേഷൻ. ഹൈ ഇൻട്രസ്റ്റ് മെറ്റീരിയൽ ഗെറ്റ്സ് മോർ അട്രാക്ഷൻ. സോ ഈ ഒരു പ്രായത്തിലൊക്കെ ഭയങ്കര കാണാൻ കൊള്ളാന്നുള്ള മെറ്റീരിയൽസിനൊക്കെ കൂടുതൽ അട്രാക്ഷനൊക്കെ ഉണ്ടായിരിക്കും. ഹൈ ഇൻട്രസ്റ്റ് മെറ്റീരിയൽ ഗെറ്റ് മോർ അറ്റൻഷൻ. സോ അല്ലെങ്കിൽ അട്രാക്ഷൻ. അതിപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ കാറ്, ബൈക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ അറ്റൻഷൻ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അറ്റൻഷൻ നമ്മൾ സീക്ക് ചെയ്യും. അതുമാതിരി നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ആവുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പെർസെപ്ഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഇൻഫ്ലുവൻസ് ബൈ കോൺക്രീറ്റ് ഓപ്പറേഷൻ തിങ്കിങ്. 3 dimension ആണ്. ആൻഡ് ബിഫോർ 10 to 11 years ഡിഫിക്കൽട്ടി ഓൾട്ടർനേറ്റിംഗ് ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കണം. ഓൾട്ടറിങ് ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷനിൽ അവർക്ക് ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. ആൻഡ് എംബഡ് ഫിഗർ ടെസ്റ്റ് യൂസ് ടു ആക്സസ് പെർസെപ്ച്വൽ എബിലിറ്റി. ഒരാളുടെ പെർസെപ്ച്വൽ എബിലിറ്റി ആക്സസ് ചെയ്യുന്ന രീതി എംബഡ് ഫിഗർ ടെസ്റ്റിലൂടെയാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ എംബഡ് ഫിഗർ ടെസ്റ്റ് നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഫർദർലി അതിലേക്ക് പോവാത്തത്. സോ അത് കുഴപ്പമില്ല, വിട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സോ മെമ്മറി അറിയാമല്ലോ. സോ ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി ആൻഡ് സ്ട്രാറ്റജി യൂസ്, റിഹേഴ്സൽ ആൻഡ് കാറ്റഗറൈസ് ഇംപ്രൂവ്മെൻറ്റ്, ഇലാബറേഷൻ ആൻഡ് മെറ്റാ മെമ്മറി ഡെവലപ്പ് ഡ്യൂറിങ് ദീസ് ഇയേഴ്സ്. സോ നമുക്ക് എന്താണ്, കപ്പാസിറ്റിയും സ്ട്രാറ്റജിക്ക് നമ്മൾ മെമ്മറി ഉപയോഗിക്കാറുണ്ട്. ഇതിങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിക്കാം, റിഹേഴ്സൽ ചെയ്യാം, കാറ്റഗറൈസേഷൻ ഇംപ്രൂവ് ആൻഡ് അത് മാത്രമല്ല ഇലാബറേഷൻ ആൻഡ് മെറ്റാ മെമ്മറി. അതിലൊക്കെ നമ്മൾ അവെയർനെസ് ഓഫ് വൺസ് മെമ്മറി. ഒരിക്കൽ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമുള്ളപ്പോഴോ അല്ലെങ്കിൽ കുറേ വർഷം വരെ നമുക്കത് ഇരിക്കാറുണ്ട്. ഇപ്പോൾ ഷോർട്ട് ടേം ലോങ് ടേം മെമ്മറി നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, അതുമായി നമുക്ക് ബന്ധപ്പെടുത്തി ഇവിടെ പറയാം. ഈ കോഗ്നിറ്റീവ് കുറേ നമുക്കിവിടെ എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങളത് അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ മതിയായിരിക്കും.
സോ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ഇത് ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ഒരു വേർഡ്, മീനിങ്, റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഉപയോഗിക്കുക. അത് വൊക്കാബുലറി എക്സ്പാൻസ് ആവുക എന്നുള്ളതാണ്. 6 മുതൽ 7 വയസ്സുള്ള കുട്ടികൾക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടാകും, പക്ഷെ അത് പിന്നെ അവർക്ക് അർത്ഥം മനസ്സിലാവുണ്ടാവില്ല. മനസ്സിലാക്കിയായിരിക്കണം, പറഞ്ഞൊരു നിർബന്ധമല്ല, പിന്നെ അത് മനസ്സിലാക്കി പറയുക. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവം പോലും നിർണ്ണയിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഞാൻ എപ്പോഴും റൂഡായിട്ട് ഇപ്പം ഞാൻ ഭയങ്കര ഒച്ചത്തിലും ഭയങ്കര ഹാർഷും വേർഡ്സുകൾ യൂസ് ചെയ്യുന്നതെല്ലാം സ്പെസിഫിക് ആണെന്നുണ്ടെങ്കിൽ ചിലർ അവർ റൂഡാടാ, എപ്പോൾ സംസാരിച്ചാലും അവൻ അങ്ങനെ സംസാരിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ കൊച്ചുകുട്ടികളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് പേടിച്ചു പോകും. പക്ഷേ ചിലപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ ഉപയോഗിക്കുന്ന രീതിയാണ് അതിലുണ്ടാകുന്ന വ്യത്യാസമാണ് എന്നുള്ളതാണ്. സോ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ പ്രോപ്പർ ആവുന്നത് കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്യുമ്പോൾ, മറ്റുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതലായിട്ട് വൊക്കാബുലറീസ് ഉപയോഗിക്കുമ്പോൾ ബൂസ്റ്റ് ആവുക അല്ലേ. അതായത് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എപ്പോഴാണ് നമുക്ക് കൂടുതലും കിട്ടുക? നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കണം, ലിസണും ചെയ്യണം. രണ്ടും സൈക്കോളജിന് വേണ്ടത് ലിസണിങ് സ്കില്ലാണ്. നെക്സ്റ്റ് വൺ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് അല്ലേ. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മ നോക്കണം, അച്ഛൻ നോക്കണം എന്നുള്ളൊരു ഇൻഡിപെൻഡൻസ് എപ്പോഴും നമുക്ക് എന്താണ് ഡിപ്പെൻഡൻസിൽ നിന്ന് ഇൻഡിപെൻഡൻസിലേക്ക് പോകുന്നത്. ഇപ്പം എനിക്ക് അച്ഛനും അമ്മയും എന്നെ നോക്കണമെന്ന് നിർബന്ധം, ഞാൻ നോക്കാൻ എനിക്കറിയാം. അപ്പം ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ചിൽഡ്രൻ പ്രിഫർ ഫ്രണ്ട്സ് ഓവർ ഫാമിലി അല്ലേ. കുഞ്ഞു കുട്ടികൾ എന്താണ് എപ്പോഴും നോക്കുക, അമ്മയും അച്ഛനും നോക്കില്ല, എനിക്ക് പുറത്ത് പോകണം, കളിക്കാൻ പോകണം, ഞാൻ അവിടെ പൊക്കോളാം, പ്രശ്നമില്ലെന്ന് പറയും അല്ലേ. സോ സപ്പോർട്ടീവ് പാരന്റ് എൻഹാൻസ് സെൽഫ് എസ്റ്റീം ആൻഡ് റെസിലിയൻസ്. സോ സപ്പോർട്ടീവ് പാരൻസ് ആണെങ്കിൽ സെൽഫ് എസ്റ്റീമും റെസിലിയൻസും എന്തെന്ന് എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഹോം ഹെൽപ്പ് ഡെവലപ്പ് ലൈക്ക് സ്കിൽസ് ആൻഡ് മെച്യൂരിറ്റി. കുഞ്ഞായിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോൺസിബിലിറ്റീസ് അവർ കൊടുക്കണം. വാല്യൂ ഡെവലപ്മെൻറ്റ് ഹാപ്പൻ ഡ്യൂറിങ് മിഡിൽ സ്കൂൾ ഉണ്ടോ, അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ മിഡിൽ സ്കൂളൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വാല്യൂ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നുള്ളതാണ്. ചിൽഡ്രൻ നെഗോഷിയേറ്റ് റാദർ ദാൻ ത്രോ ടോൺട്രംസ്. സോ ഈ ഒരു പ്രായത്തിൽ കൂടുതലായിട്ട് കുട്ടികൾ നെഗോസിയേഷനേക്കാൾ കൂടുതൽ ടോൺട്രംസ് ത്രോ ചെയ്യും. അതായത് അവർ ദേഷ്യപ്പെടും. ഇപ്പോൾ നമ്മൾ പറയാം, എടാ നീ TV ഓഫ് ചെയ്തിട്ട് പഠിക്കുക, ഞാൻ എത്ര നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും, ഇനിയും പഠിക്കണോ എന്നാലും ദേഷ്യപ്പെടും അല്ലേ. അപ്പോൾ അവർ അല്ലെങ്കിൽ പറയില്ല, ഓക്കെ ഞാൻ കുറച്ചും കൂടെ പഠിക്കാം, എന്നാൽ എനിക്ക് TV വേണം സമ്മതിക്കും, അങ്ങനെയുള്ളത് കാണിക്കില്ല, കൂടുതൽ ദേഷ്യം കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ്. പിന്നെ ഫാദർ എൻകറേജ് ഇൻഡിപെൻഡൻസ്, മദർ ഫോക്കസ് ഓൺ ഇന്റർപേഴ്സണൽ സ്കിൽ. അപ്പം അച്ഛൻ പറയും കുഴപ്പമില്ല, അവൻ പോയി കളിക്കട്ടെ, പ്രശ്നം എന്താ, പോട്ടെ എന്ന് വിചാരിക്കും. അമ്മമാരങ്ങനെയല്ല, ഇന്റർപേഴ്സണൽ സ്കില്ലാണ്. ഇത് എല്ലാവർക്കും അങ്ങനെയല്ല, ഇത് ജനറൽ ആണ് കേട്ടോ, സ്പെസിഫിക് അല്ലേ. സിബ്ലിംഗ് റോൾ മോഡൽ. സിബ്ലിങ്സ് എപ്പോഴും ഇപ്പം മൂത്ത സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ, ഇപ്പം നല്ല പ്രായമുള്ള സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും അവർ റോൾ മോഡൽ ആയിരിക്കും എന്നുള്ളതാണ്. സോ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് പിയർ ഗ്രൂപ്പ് ആണ്. സോ 6 to 9 ആണ്. സ്മോൾ ലൂസ്ലി ഓർഗനൈസ്ഡ് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഗ്രേഡ് 5 to 6 ആയിരിക്കും. മോർ സ്ട്രക്ചർ, എക്സ്ക്ലൂസീവ് വിത്ത് എ ക്ലിയർ ഹയർക്കി. അവർക്കൊരു ക്ലിയർ ഹയർക്കി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഗേൾസ് പ്രിഫർ കോപ്പറേഷൻ. പെമ്പിളരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ചായിരിക്കും നടക്കുക, അങ്ങനെയൊക്കെ. ബോയ്സ് ആണെങ്കിലോ കോമ്പറ്റീഷൻ കാണിക്കും, അവന് സൈക്കിൾ റേസ് ചെയ്യും, ഞാൻ സൈക്കിൾ റേസ് ചെയ്യും. പിയർ ഗ്രൂപ്പ് ട്രാൻസ്മിറ്റ് വാല്യൂ ആൻഡ് മോറൽ ബിഹേവിയർ. സോ പിയർ ഗ്രൂപ്പ്സിൽ നിന്നും വാല്യൂ മോറൽ ബിഹേവിയറും കൂടുതലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് ക്രോസ് കൾച്ചർ ഡിഫറൻസ്. സോവിയറ്റ് പിയർ ഗ്രൂപ്പ് അലൈൻ മോർ വിത്ത് അഡൾട്ട് വാല്യൂസ്. സോ നെക്സ്റ്റ് പറയുമ്പോൾ സോഷ്യോമെട്രിക് സ്റ്റേറ്റസ് ആണ്. സ്റ്റാർസ് ലൈക്ക് ബൈ ഓൾ, മിക്സേഴ്സ് സോഷ്യൽ ബട്ട് നോൺ യൂണിഫോം ലൈക്സ്, teacher negatives, conflict with teachers, turned out, ignore rather than rejected, active. സോ ആക്റ്റീവ്ലി ഡിസ്ലൈക്ക് ചെയ്ത് വിഡ്രോൺ ഓർ അഗ്രസീവ്. സോ ഇത് നമ്മുടെ സോഷ്യോമെട്രിക് സ്റ്റേറ്റസ് ഗോഡ്മാൻ പറഞ്ഞ കാര്യമാണ്. സോ ഒന്നാമത് നിങ്ങൾ ഈ കോളം ഇത് കോളമാണ് കേട്ടോ, കോളായിട്ട് വരച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. സോ സ്റ്റാർസ് എന്ന് വെച്ചാൽ ലൈക്ക് ബൈ ഓൾ, എല്ലാവർക്കും ഇഷ്ടമാണ്. ആൻഡ് മിക്സേഴ്സ് സോഷ്യൽ ബട്ട് നോട്ട് യൂണിഫോംലി ലൈക്ക്ഡ്. അതായത് മിക്സേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലാണ്, പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് നിർബന്ധമില്ല. ടീച്ചർ നെഗറ്റീവ്സ്, കോൺഫ്ലിക്റ്റ് വിത്ത് ടീച്ചേഴ്സ്. അത് ഇപ്പോൾ ടീച്ചർ എപ്പോഴും നെഗറ്റീവ് പറയുകയാണെങ്കിൽ എപ്പോഴും ടീച്ചറുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ടേൺഡ് ഔട്ട്, ഇഗ്നോർ റാദർ ദാൻ റിജക്റ്റഡ്. സോ ടേൺഡ് ഔട്ട് എന്താണ്? ഇഗ്നോർഡ് ആണ്, പക്ഷേ എന്നാൽ റിജക്റ്റഡും ആണ്. റിജക്റ്റഡ് ആണെങ്കിലോ ആക്റ്റീവ്ലി ഡിസ്ലൈക്ക്, ഏത് വിഡ്രോൺ ഓർ അഗ്രസീവ്. സോ ഇത് പറയുന്നത് ഓരോന്നും, അതായത് ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയായിരിക്കും, ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. സോ ഫ്രണ്ട്ഷിപ്പ് സ്റ്റേജ് ഉണ്ട്. പ്ലേമേറ്റ്, അസിസ്റ്റൻറ്റ്, കോപ്പറേറ്റേഴ്സ്, ഇൻറ്റിമേറ്റ്, ഓട്ടോണമസ്.
ഇതെല്ലാം സ്റ്റേജസ് ആണ് കേട്ടോ. ഈ സ്റ്റേജുകൾ എന്ത് കാണിക്കും, നമുക്ക് ഫർദർലി വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഓരോ സ്റ്റേജിലും എന്ത് കാണിക്കും, എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വൺ സോഷ്യൽ കോഗ്നിഷൻ ആണ്. അണ്ടർസ്റ്റാൻഡിങ് അതർ ഫീലിങ്സ്, ഇൻ്റർവെൻഷൻ വ്യൂ പോയിന്റ്. അതായത് അവർക്ക് സുഖമില്ലല്ലോ, അവർക്ക് വയ്യല്ലോ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടെന്നൊക്കെ പറയില്ല. അതുപോലത്തെ എന്താ പരിപാടിയാണ് ഇവിടെയുള്ളത്. ലെവൽ 0 ആണ് ഈഗോ സെൻട്രിക്. ഏജ് 3 to 7 ആണ്. ഓൺലി ദിയർ ഓൺ പെർസ്പെക്റ്റീവ് എക്സിസ്റ്റ്. ലെവൽ 1 ആണെങ്കിലോ ഏജ് 4 to 9 ആണ്. അവർ അതേഴ്സ് ഹാവ് വ്യൂ ബട്ട് സ്റ്റിൽ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്. ലെവൽ 2 ആണെങ്കിൽ 6 to 12 ആണ്. ക്യാൻ ഇൻ്റർഫിയർ അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് വ്യൂ. മറ്റുള്ള വ്യൂ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ലെവൽ 2-ൽ. ലെവൽ 1 ആണെങ്കിലോ മറ്റുള്ളവരുടെ വ്യൂ, അവെയർ അബൌട്ട് അതേഴ്സ് വ്യൂ, മറ്റുള്ള വ്യൂ അവർക്ക് പറ്റി അറിയാം, പക്ഷേ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു കൊച്ചു വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഒരാൾ ഭിക്ഷ ചോദിക്കുവാണ്, പൈസ ചോദിക്കുവാണ്. അപ്പം ഒരു 3 മുതൽ 7 വയസ്സുള്ള കൂടെ എന്താ പറയുക, എൻ്റെ പൈസ ഒന്നും ഇല്ല എന്ന് പറയും അല്ലേ. അത് അവർക്കും ഇല്ല ഇവർക്കും ഇല്ല എന്നൊരു ചിന്തയാണ്. ലെവൽ 1 ആണെങ്കിൽ അങ്ങനെയല്ല, അവർക്ക് പൈസ ഇല്ലല്ലോ, പാവമല്ലേ, പക്ഷേ എന്തായിരിക്കും അവർക്ക് പൈസ, അവർ ജോലിക്ക് പൊക്കൂടെ, എൻ്റെ അച്ഛൻ പോകുന്ന പോലെ പൊക്കൂടെ എന്ന് വിചാരിക്കും. ലെവൽ 2 ആകുമ്പോഴോ മറ്റുള്ളവർക്കും എന്താ പ്രശ്നം, ഓക്കെ അവർക്ക് ജോലി ഇല്ലല്ലോ അച്ഛാ, അതുകൊണ്ട് അവർക്ക് പൈസ വല്ലതും കൊടുക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 6 to 12 ഒക്കെ ആകുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പെർസെപ്ഷൻസുകൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നത്. സോ ഇത് ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ എഴുതാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മോൾ ഡെവലപ്മെൻറ്റ്. മോൾ ഡെവലപ്മെൻറ്റ് എന്താണ്, എന്താ ശരി എന്താ ചീത്ത അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് PA തിയറി പറയുന്നത്. സോ ഹെട്രോണോമസ് മൊറാലിറ്റി ഉണ്ട്, 6 മുതൽ 10 ഇയേഴ്സിലാണ്. റൂൾസ് ഫിക്സ്ഡ് ആണ്, അൺചേഞ്ചബിൾ, ഇമ്പോസ്ഡ് ബൈ അതോറിറ്റി. സോ ഈഗോ സെൻട്രിസം ലീഡ്സ് ടു ഇമിനൻറ്റ് ജസ്റ്റിസ്. സോ റോങ് ആക്ട് ഓട്ടോമാറ്റിക്കലി ബ്രിങ് പണിഷ്മെൻറ്റ്. സോ നമ്മൾ റോങ് ആയിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളതുപോലെ. ഒബ്ജക്റ്റീവ് കോൺസിക്വൻസ് ആണെങ്കിലോ ആക്ഷൻ ജഡ്ജ് ബൈ ഔട്ട്കം നോട്ട് ഇൻറ്റേൺ. സോ നമ്മൾ എപ്പോഴും ആക്ഷൻ ജഡ്ജ് ചെയ്യണത് ഔട്ട്കം അനുസരിച്ച്, നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതനുസരിച്ച് കിട്ടും എന്ന് പറയുന്നതാണ്. സോ നോ ഇൻറ്റൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നാഗസൈരന്ധ്രയൊക്കെ പറയില്ലേ, എന്താണ് നിങ്ങൾ നല്ലത് നിങ്ങൾക്ക് നല്ലത് കിട്ടും എന്ന് പറയുന്ന പോലെ. മോറൽ അബ്സൊല്യൂട്ടിസം, വൺ റൈറ്റ് ആൻസർ ഫോർ എവറി മോറൽ സിറ്റുവേഷൻ. ഏത് മോറൽ സിറ്റുവേഷനിലും ഇപ്പം എല്ലാ ആൾക്കാരും പറയും നീ എന്ത് ചെയ്യുന്നു അതായിരിക്കും നിനക്ക് കിട്ടാൻ പോവുക, ജനറലായിട്ട് അങ്ങ് പറയും. അതാണ് മോറൽ അബ്സോല്യൂട്ടിസം. സോ ജസ്റ്റ് ഈ ഈഗോ സെൻട്രിസം ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഓട്ടോണമസ് മൊറാലിറ്റി ഉണ്ട്, അവിടെയാണ് മൊറാലിറ്റി ഓർ കോർപ്പറേഷൻ നമ്മൾ പറയുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഞാൻ പിക്ചറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഹെട്രോണോമസും ഉണ്ട് ഓട്ടോണോമസും ഉണ്ട്. ഹെട്രോണോമസ് ആണെങ്കിൽ മോറൽ അബ്സൊല്യൂട്ടിസം, ഒബ്ജക്റ്റീവ് കോൺസിക്വൻസ്, ഫിക്സഡ് അൺചേഞ്ചബിൾ റൂൾസ്. ഇവിടെയാണെങ്കിൽ കോപ്പറേറ്റീവ് മൊറാലിറ്റി, ഇൻറ്റൻഷൻ കൺസിഡേർഡ്, ഫ്ലെക്സിബിൾ ചേഞ്ചബിൾ റൂൾസ്. ഇതൊക്കെയാണ് നമ്മുടെ മോറൽ പെർസ്പെക്റ്റീവ്സിൽ ചൈൽഡ്ഹുഡ് ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോറൽ ഡെവലപ്മെൻറ്റ് തന്നെ ബാക്കി കാര്യങ്ങളാണ്. സോ അവിടെയാണ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പാൻഡ് പിയാജൻസ് ഐഡിയ ഇൻറ്റു 3 ലെവൽ വിത്ത് 6 സ്റ്റേജസ്. സോ 6 സ്റ്റേജസ് ആയിട്ട്. സോ നമ്മൾ ആ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ കേട്ടോ, നിങ്ങൾക്കത് നോക്കാൻ പറ്റും. സോ സ്റ്റേജ് 1 പണിഷ്മെൻറ്റ് ഒബ്സലൻസ് ഓറിയൻറ്റഡ്. സ്റ്റേജ് 2 ഇൻസ്ട്രുമെൻ്റൽ എക്സ്ചേഞ്ച് ഓറിയൻറ്റേഷൻ. ഇത് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആണ്, നിർബന്ധമായും ഇത് പഠിക്കുക, ചോദിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കൺവെൻഷണൽ ചേഞ്ച് ആണ്. ലെവൽ 3 ഉണ്ട്, ലെവൽ 4 ഉണ്ട്. 3 ആണെങ്കിൽ ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ. 4 എങ്കിൽ ലോ ആൻഡ് ഓർഡർഡ് ഓറിയൻറ്റേഷൻ. പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ആണെങ്കിൽ സ്റ്റേജ് 5 സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ. 6 യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. So children around 6 to 11 years typically move from pre-conventional to conventional reasoning. So pre-conventional നിന്ന് conventionaliലേക്ക് 6 to 11 typically മൂവ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോറൽ ജഡ്ജ്മെൻറ്റ് വീസ് മോറൽ ബിഹേവിയർ ആണ്. സോ ഹാർഡ്സ്റ്റോൺ ആൻഡ് മേയേഴ്സ് സ്റ്റഡി ഹൈ മോറൽ ടോക്ക് നോട്ട് ഈക്വൽ ടു എത്തിക്കൽ ബിഹേവിയർ. സോ എത്തിക്കൽ ബിഹേവിയർ ഉണ്ട്, ഹൈ മോറൽ ടോക്കും ഉണ്ട്, അത് രണ്ടും ഒന്നല്ല. 9 to 11 years ഓൾഡ് മേ ജസ്റ്റിഫൈ റോങ് ആക്ഷൻ. സോ റോങ് ആക്ഷൻ ആണെങ്കിൽ അതനുസരിച്ച് ജസ്റ്റിഫൈ ചെയ്യും 9 to 11 yearsൽ. മോറൽ അണ്ടർസ്റ്റാൻഡിങ് ഡസൻ ഓൾവേസ് ലീഡ് ടു മോറൽ ആക്ഷൻ. സോ മോറൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമ്മൾ മോറൽ സയൻസ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് മോറൽ ആക്ഷനിലേക്ക് പോകണമെന്നൊരു നിർബന്ധവും ഇല്ല. എപ്പോഴാണ് ഇമ്പ്രൂവ് ആവുക? പ്രാക്ടീസ്, മെച്യൂരിറ്റി ആൻഡ് ഇൻസ്ട്രക്ഷൻസിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഇമ്പ്രൂവ് ആവുള്ളൂ എന്നുള്ളതാണ്. വെറുതെ നിങ്ങൾ എന്താണ് പാടിയതുപോലെയോ അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഇവനെത്ര പറഞ്ഞു കൊടുത്താലും കണക്ക് തന്നെയാണ്, അവർക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല എന്ന് പറയില്ല, അത് തന്നെയാണ്. ഇനി ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണ്. ചിൽഡ്രൻ ഇമോഷണൽ എക്സ്പ്രസ് ചേഞ്ച് വിത്ത് ഏജ്, എക്സ്പീരിയൻസ്, മെച്യൂരിറ്റി. അല്ലേ, നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു കണ്ടിടാം. സോ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് എന്താണ്? പാരന്റിങ് സ്റ്റൈൽ. അത് ഒരു കുട്ടിയെ പേടിപ്പിച്ചാണ് വളർത്തുന്നത്.
അല്ലെങ്കിൽ കുട്ടിയെ അഫെക്ഷൻ കാണിക്കുന്നു, ക്യൂരിയോസിറ്റി കാണിക്കുന്നു. അപ്പം പാരന്റിങ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആവും അല്ലേ. സോ അവിടെയാണ് പാരന്റിങ് സ്റ്റൈൽ രണ്ടാവുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓതറൈറ്റേറിയൻ ആൻഡ് ഡെമോക്രാറ്റിക് ആൻഡ് പെർമസീവ്. ഒരു കുട്ടിയുടെ ആങ്സൈറ്റി ഫിയർ കാണിക്കുന്നത് ഓതറൈറ്റേറിയൻ കാരണമാണ്. ഡെമോക്രാറ്റിക് പെർമസീവ് ആണെങ്കിൽ ക്യൂരിയോസിറ്റി അഫെക്ഷൻ. സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഉണ്ട്. ലോ SES ആണെങ്കിൽ മോർ ഫിയർ ആങ്സൈറ്റി. ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. ഗേൾസ് ആണെങ്കിൽ ടിയേഴ്സ് ടാൻട്രംസ്, ബോയ്സ് ആണെങ്കിൽ സുലൻ മൂടി. ഈ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് പഠിച്ചു വെക്കുക എങ്ങനെയാണ് ഇമോഷണൽ സ്റ്റേജ് വർക്ക് ചെയ്യുന്നുള്ളത്. കോമൺ ഇമോഷണൽ പാറ്റേൺ ഉണ്ട്. ഫിയർ ആണെങ്കിൽ എന്താണ്? സോ ഫിസിക്കൽ ഫിയർ ടു ഇമാജിനറി, സോഷ്യൽ എക്സിസ്റ്റൻഷ്യൽ ഫിയർ. ഇപ്പോൾ എനിക്കൊക്കെ ഇപ്പോഴും ഇരുട്ട് പേടിയാണ്. കട്ടിലടി നല്ല ഇറങ്ങി വരുമോ, പുറത്ത് വരുമോ, അതെല്ലാം എൻ്റെ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഈവൻ ഫിസിക്കലും വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മേ എക്സ്പ്രസ് വിയ വിഡ്രോവൽ, ഇമാജിനറി ഇൽനെസ്, ആങ്സൈറ്റി ബിഹേവിയേഴ്സിനൊക്കെ അവിടെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ആങ്സൈറ്റി ആണ്. ആങ്സൈറ്റി എപ്പോഴാണ് വരിക? നമുക്ക് എപ്പോഴും 4 മുതൽ 6 ഗ്രേഡിലാണ് മൂഡ് സ്വിങ്സ്, സ്ലീപ്പ് ഇഷ്യൂ ഒക്കെ വരാറുണ്ട്. ആങ്കർ ആണെങ്കിലോ ഫ്രീക്വൻറ്റ് ദാൻ ഫിയർ, പേടിയേക്കാൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. സോ അവിടെയാണ് കൂടുതൽ ഇമ്പൾസീവോ ഇൻഹിബിറ്റ് ആകാം. ഇമ്പൾസീവ് വെച്ചാൽ അഗ്രസീവ് ആക്ഷൻസ് കാണിക്കാം. ഇൻഹിബിറ്റ് ആണെങ്കിൽ വിഡ്രോവൽ അല്ലെങ്കിൽ സൾക്കിങ് ആയിരിക്കും. സോ ഇവിടെ ആങ്കർ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവർക്കും കാണണം എന്നില്ല, പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. സോ ക്യൂരിയോസിറ്റി ആണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ ഒരു ക്യൂരിയോസിറ്റിക്ക് പ്രകാരം ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ക്യൂരിയസ് ആവും. ജോയ്, പ്ലഷർ, ഡിലൈറ്റ് ഒക്കെ എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ഫ്രണ്ട്ഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ അവർ ജോയ് കാണിക്കുക. കളിക്കുമ്പോൾ കൂടുതൽ അവർ കാണിക്കാറില്ലേ. അപ്പം എപ്പോഴും കളി എന്ന് പറയുന്നതും ഫ്രണ്ട്സായിട്ടിരിക്കുന്നതും സോഷ്യലി എപ്പോഴും ആൾക്കാരുമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ് കേട്ടോ. സോ ഇമോഷണൽ ടോളറൻസ്, എബിൾ ടു ഹാൻഡിൽ അൺപ്ലസന്റ് ഇമോഷൻ. സോ അൺപ്ലസന്റ് ഇമോഷൻസിന് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഇമോഷണൽ ബാലൻസ്, മെച്യൂരിറ്റി ഒക്കെ നമുക്കിതിന് എസെൻഷ്യൽ ആണ് എന്നുള്ളതാണ്. സോ ഞാൻ ഈ ഒരു ഫിയർ, ആങ്സൈറ്റി, ആങ്കർ, ക്യൂരിയോസിറ്റി, ജോയ്, ഇമോഷണൽ ടോളറൻസ് ഈ രീതിയിൽ അത് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പം എന്താണ് എപ്പോഴും നമുക്ക് വേണ്ടത് ഇമോഷണൽ ടോളറൻസാണ് വേണ്ടത്. അൺപ്ലസന്റ് സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഫിയറിൽ നിന്ന് തുടങ്ങി ആങ്സൈറ്റി, ആങ്കർ, ക്യൂരിയോസിറ്റി, ജോയ് ഇതിനെല്ലാം ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മുടെ കോഗ്നിറ്റീവ് പഠിച്ചവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.